ഏവർക്കും STVയുടെ വിഷു ആശംസകൾ. ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് വിഷു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി നാടെങ്ങും ആഘോഷങ്ങൾ. നിറഞ്ഞു കവിഞ്ഞ ക്ഷേത്രാങ്കണങ്ങൾ. തൃത്താല മണ്ഡലത്തിൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി മന്ത്രി MP രാജേഷ്. 3 ദിവസം നീണ്ടുനിന്ന കാർഷിക കാർണിവലിന്റെ വർണ്ണാഭമായ സമാപനം. തൃശൂർ പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി 17 വയസ്സുള്ള ഗൗതം. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ 12:30-ഓടെ. വാർത്തകൾ വിശദമായി. ഇന്ന് വിഷു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി നാടെങ്ങും ആഘോഷങ്ങൾ. നിറഞ്ഞു കവിഞ്ഞ് ആരാധനാലയങ്ങൾ. കാർഷികോത്സവത്തിനെ വരവേൽക്കാൻ കണിയൊരുക്കി മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് ക്ഷേത്ര ശ്രീകോവിനുള്ളിലും നമസ്കാര മണ്ഡപത്തിലും കണി കാണാൻ ഭക്തർക്ക് അവസരം ലഭിച്ചത്. മേൽശാന്തി കവപ്രമാറത്ത് അച്യുൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പുലർച്ചെ 2-ന് ക്ഷേത്രത്തിൽ കണിയൊരുക്കിയത്. വിഷുദിനം പ്രമാണിച്ച് വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്ര പരിസരത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് ഗുരുവായൂർ ദേവസ്വം അധികൃതർ വിശദീകരിച്ചു. ജസ്ന സലീം നടപ്പന്തലിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താല മണ്ഡലത്തിൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി മന്ത്രി MP രാജേഷ്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കാർഷിക കാർണിവലിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർണിവലിന് വർണ്ണാഭമായ സമാപനം. തൃത്താല മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ തനതായി ഉത്പാദിപ്പിച്ച കാർഷിക ഉത്പന്നങ്ങളുടെ വിപണനവും കാർഷിക മേഖലയിലെ നവോന്മേഷവും ലക്ഷ്യമാക്കി മന്ത്രി MP രാജേഷ് മുൻകൈയെടുത്താണ് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നഗരശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ 3 ദിവസങ്ങളിലായി കാർഷിക കാർണിവൽ സംഘടിപ്പിച്ചത്. വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കാർണിവലിന് സമാപനമായത്. കൂറ്റനാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വാഴക്കാട് പാടശേഖരത്തിൽ സമാപിച്ചു. തുടർന്ന് കാർണിവലിന്റെ സമാപന സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായെന്ന് മന്ത്രി പറഞ്ഞു. 556 ഹെക്ടർ കൃഷിഭൂമിയിൽ പുതുതായി കൃഷിയിറക്കാനും കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. നമ്മൾ ആവിഷ്കരിച്ച തൃത്താലയിൽ നടപ്പാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുസ്ഥിര തൃത്താല. ഏറ്റവും അധ്വാനം വേണ്ടി വന്നിട്ടുള്ളതും സുസ്ഥിര തൃത്താലയ്ക്കാണ്. ഞാൻ ദീർഘമായിട്ട് റിപ്പോർട്ട് ഇവിടെ വയ്ക്കും. സൈതലവി ഇതിന്റെ കോർഡിനേറ്ററാണ്. സുസ്ഥിര തൃത്താലയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ സൈതലവിയാണ്. അദ്ദേഹം വിശദമായ റിപ്പോർട്ട് വയ്ക്കും. ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? തൃത്താല കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴുന്ന സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലുള്ള ബ്ലോക്കാണ്. ഇങ്ങനെ പോയാൽ തൃത്താല മുഴുവൻ അധികം വൈകാതെ തരിശായി തീരും എന്ന തിരിച്ചറിവിൽ നിന്നാണ്, പിന്നെ കൃഷിയെ സാധ്യമാവാത്ത സ്ഥിതി വരും എന്ന തിരിച്ചറിവിൽ നിന്നാണ് തൃത്താലയുടെ ഭൂഗർഭ ജലവിധാനം ഉയർത്തുക, അതിന് മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ഒപ്പം കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന 3 പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഈ പദ്ധതി നടപ്പാക്കിയത്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ പദ്ധതികളെയും സംയോജിപ്പിച്ചു, ഏകോപിപ്പിച്ചു ഇവിടെ നടപ്പാക്കി. തൊഴിലുറപ്പ് അതിനുവേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചൊരു പദ്ധതിയാണ്. മറ്റു ധാരാളം പദ്ധതികളെയും ഏകോപിപ്പിച്ച് ഇവിടെ നടപ്പാക്കിയുണ്ടായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ മികച്ച കർഷകരെയും സംസ്ഥാന സ്കൂൾ കലാകായിക ശാസ്ത്രമേളകളിൽ വിജയികളായ വിദ്യാർത്ഥികളെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. നാടൻപാട്ടും മദ്ദളക്കേളിയും സമാപനത്തിന്റെ ഭാഗമായി നടന്നു. കാർണിവലിന്റെ ഭാഗമായി കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് മഹോത്സവം, ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, നാടൻ ഭക്ഷ്യവിഭവമേള, മത്സ്യവിപണനമേള എന്നീ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടന്നത്. നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ മേളയും ലൈവ് ഫിഷ് വിപണനമേളയും കാർണിവലിന്റെ മുഖ്യ ആകർഷണങ്ങളായിരുന്നു. കൃഷി വകുപ്പ്, ആത്മ മത്സ്യബന്ധന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, കുടുംബശ്രീ, മണ്ണ് പരിവേഷണ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയവയും ഏജൻസികളും കൈകോർത്താണ് കാർണിവൽ മനോഹരമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
തൃശൂർ പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥി കെ ദാരുണാന്ത്യം. പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി ബിജുവിൻ്റെ മകൻ 17 വയസ്സുള്ള ഗൗതം ആണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30 സംഭവം. പുലർച്ചെ 12:30 കോഴിക്കോട് റോഡിലുള്ള പെട്രോൾ പമ്പിന് സമീപം അപകടം നടന്നത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് 17 വയസ്സുള്ള മനുവിന് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇടിച്ച ലോറി നിർത്താതെ പോയി. വിദ്യാർത്ഥികൾ പെട്രോൾ നിറയ്ക്കാനായി ബൈക്ക് പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പുറകിൽ വന്ന ലോറിയുടെ പുറകുവശം ബൈക്കിൽ തട്ടുകയായിരുന്നു. ഇതോടെ ഇരുവരും റോഡിൽ തലയിടിച്ചു വീണു. ഇരുവരെയും നാട്ടുകാർ ഉടൻ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമനെ രക്ഷിക്കാനായില്ല. സാരമായി പരിക്കേറ്റ മനുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോക്കൂർ സ്കൂൾ +2 വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഗൗതം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കും. വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനും സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. വിഷുദിനത്തിൽ മാധ്യമങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വം അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് ദേവസ്വം അധികൃതരുടെ വിശദീകരണം. ഇതോടെയാണ് മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ KUWJ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി കരിമ്പനക്കടവ് ബീവറേജ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങുന്ന ക്യൂവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കണ്ടത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. വിഷു തലേന്ന് രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയെ ക്യൂവിൽ നിർത്തിയത് അച്ഛനാണെന്നാണ് സ്ഥിരീകരണം. പട്ടാമ്പി തൃത്താല റോഡിൽ കരിമ്പനക്കടവിലുള്ള ബീവറേജ് ഔട്ട്ലെറ്റിലെ പ്രീമിയം കൗണ്ടറിലാണ് 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുമായി രക്ഷിതാവ് എത്തിയത്. വിഷുവിൻ്റെ തലേദിവസമായതിനാൽ മദ്യം വാങ്ങാൻ വലിയ തിരക്കുള്ളപ്പോഴാണ് കുട്ടിയുമായി വരിയിൽ നിന്ന് ഇയാൾ മദ്യം വാങ്ങിയത്. ക്യൂവിൽ നിന്നിരുന്നവർ ചോദ്യം ചെയ്തിട്ടും പെൺകുട്ടിയെ മാറ്റാൻ തയ്യാറായില്ല. കുട്ടിയുമായി മദ്യം വാങ്ങാനെത്തിയ രക്ഷിതാവിൻ്റെ ദൃശ്യങ്ങൾ ആളുകൾ പകർത്തുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയെ ക്യൂവിൽ നിർത്തിയത് അച്ഛനാണെന്ന സ്ഥിരീകരണം. ക്യൂവിൽ നിർത്താനുണ്ടായ സാഹചര്യത്തെപ്പറ്റി പിതാവിൽ നിന്നും തൃത്താല പോലീസ് കാര്യങ്ങൾ ആരാഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ ജീവിത ട്രസ്റ്റിന്റെ വിഷു കൈനീട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ 100-ൽ പരം അംഗങ്ങൾക്ക് വിഷു കൈനീട്ടവും പുതുവസ്ത്രവും വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ TK സൗമ്യ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും വിരമിച്ച ഉഷാദേവി ഈ കാലഘട്ടത്തിൽ പ്രായമായവർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നായ വാർദ്ധക്യവും ഒറ്റപ്പെടലും എന്ന വിഷയത്തിൽ സംസാരിച്ചു. 11ാം വാർഡ് കൗൺസിലർ T സീന ആശംസകൾ അറിയിച്ചു. ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ സംയുക്ത KV സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വീട്ടുമുറ്റത്ത് പച്ചക്കറി തോട്ടമൊരുക്കി കർഷകൻ. മങ്കര കണ്ണമ്പരിയാരം വള്ളോലിയിൽ വയോധികനായ കാളിദാസനാണ് മനോഹരമായ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. പയർ, ഇഞ്ചി, മുളക്, വഴുതന, കുമ്പളം, മാതളം, കോവ, പേരയ്ക്ക, വാഴ, മറ്റു പഴവർഗ്ഗങ്ങൾ, കുരുമുളക്, പറങ്കി, മുരിങ്ങ, പപ്പായ എന്നുവേണ്ട എല്ലാം ഇവിടെയുണ്ട്. കൃഷിയിടത്തിൽ എല്ലാം ഒറ്റയ്ക്കാണ് കാളിദാസൻ ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ മാത്രമാണ് 3-അംഗ കുടുംബം കഴിയുന്നത്. ഈ വിത്തുകളും ഇതൊക്കെ കൊണ്ടുവന്ന് തൈകളും കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചാക്കിലും തൊടിയിലത്തെ മണ്ണ് തന്നെ നിറച്ച് ഇട്ടാണ് അതിലാണ് നട്ട് വളർത്തിയിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് വീട്ടിലേക്കുള്ള ഇതും കിട്ടും. പിന്നെ അത്യാവശ്യം പുറത്ത് കടകളിൽ കൊടുക്കാനുള്ളതും എനിക്ക് കിട്ടുന്നുണ്ട്. വളങ്ങളും അവിടുന്ന് തന്നെ കൃഷിഭവനിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി വീട്ടുമുറ്റത്ത് ഇത്തരം പച്ചക്കറി കൃഷികളും മറ്റും ഒരുക്കാറുണ്ട്. പുറത്തുനിന്നും ഇന്നേവരെ പച്ചക്കറി വാങ്ങിയിട്ടില്ല. കൃഷിഭവനിൽ നിന്നും ലഭിച്ച തൈകൾ കൊണ്ടാണ് കൃഷി ചെയ്തു വരുന്നത്. പലരും ചട്ടിയിൽ പച്ചക്കറി ഒരുക്കുമ്പോൾ കാളിദാസൻ വളച്ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇവയിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് ഉപജീവന മാർഗം. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് പച്ചക്കറിത്തോട്ടം സന്ദർശിച്ച് അഭിനന്ദനം അറിയിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കഴിഞ്ഞ 3 വർഷക്കാലമായി വിഷരഹിത പച്ചക്കറി വീടുകളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മളിങ്ങനെ കണ്ടെയ്നർ കൾട്ടിവേഷൻ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് ദാസേട്ടന്റെ വീട്ടിൽ ഈ സംഭവം കണ്ടെയ്നർ വാങ്ങാതെ ഇവർ ചാക്ക് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് സിമെന്റും സാധനവും വരുന്ന ചാക്കുകൾ കൂടി ഇതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മങ്കരയിലുള്ള ഹരിതകർമ്മസേനയുടെ ഫാമിൽ നിന്നാണ് ഇവിടേക്ക് ആവശ്യമായ തൈകൾ വിതരണം ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിഷരഹിതമായി ഇപ്പോൾ വിഷുവിനായി ഇപ്പോൾ പച്ചക്കറികൾ ഇഷ്ടം പോലെ ലഭിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാഴ, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞള്, അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന കൃഷികൾ കൃത്യമായിട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം കൃഷിയാക്കിക്കൊണ്ടു പോകുന്ന ഒരു കർഷകൻ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം 2025 സംഘടിപ്പിച്ചു.
VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘടന ഒറ്റപ്പാലം ഡിവിഷൻ ചെയർമാൻ C. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘടന കേരള സർക്കിൾ കൺവീനർ KV സുധീർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PU മുരളീധരൻ, സർക്കിൾ സെക്രട്ടറി NV വിനോദ്, P. സുരേന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് രോഹിത് MG കൃഷ്ണനെ ആദരിച്ചു. നീലകണ്ഠൻ, ജയരാജൻ, ഉമാദേവി എന്നിവർക്കുള്ള യാത്രയയപ്പ് നടന്നു. സംഘടന ഒറ്റപ്പാലം ഡിവിഷൻ കൺവീനർ MK ബാലകൃഷ്ണൻ സ്വാഗതവും ഡിവിഷൻ സെക്രട്ടറി MV ഷംനാഥ് നന്ദിയും പറഞ്ഞു. ഡിവിഷന്റെ കീഴിലുള്ള സ്നേഹ സംഗമം 2025 വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ടാണ് എനിക്ക് സമാപന സമ്മേളനം. അതിൻ്റെ കൂടെ ഒരുപാട് പേരെ ആദരിക്കുന്നുണ്ട്. അതെന്താ പുതിയ അംഗങ്ങളെ സ്വീകരിക്കലാണ് എനിക്ക് ഇഷ്ടം. ആരും നിർമ്മിക്കാൻ യാത്ര ഇഷ്ടമല്ല അല്ലേ? നമ്മുടെ കുടുംബം എന്ന് വെച്ചാൽ ആരും പറഞ്ഞേക്കാൻ പാടില്ല. അപ്പോൾ പുതിയ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രസ്റ്റിൽ അപ്പോൾ ഒരു യാത്രയപ്പ് സമ്മേളനത്തിന് അപ്പോൾ അത് നിങ്ങളെല്ലാം പ്രാവശ്യം എൻ്റെ വിളിക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിന് ഈ സ്വാഗത സമ്മേളനം എപ്പോഴെങ്കിലും ഉണ്ടോ? ഒരു മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ വരാറ്. അപ്പോൾ പുതിയ അപ്പോയിൻമെൻറ്റിൻ്റെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് അവർ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ പുതിയ അപ്പോയിൻമെൻറ്റ് വളരെ കുറവല്ലേ, മുൻകാലം പോലെയല്ല. എന്തായാലും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ്, പുതിയതായിട്ട് വന്നവർക്കുള്ള വരവേൽപ്പ്, പിന്നെ പ്രൊമോഷൻ കിട്ടിയവർക്കുള്ള പാരിതോഷികം അല്ലേ? അങ്ങനെ ഒരു സ്നേഹ സംഗമം, അതും വിഷുവിൻ്റെ തലേ ദിവസം നിങ്ങളെ സമ്മതിച്ചിരിക്കും. എല്ലാവരും വീട്ടിലെ കാര്യങ്ങൾക്ക് കൂടി നടന്നു അവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ഞങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവരും കൂടെ ചേർന്നിരിക്കും. പക്ഷേ ഏത് സമയത്തും സംഘടനയ്ക്ക് ഒപ്പം നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് തപാൽ മേഖലയിലും ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കാൻ ശക്തമായി നടക്കുക. ഒരുപാട് RMS ഓഫീസുകൾ കൂട്ടി എല്ലാം കേന്ദ്രീകൃതമായി ജനവിരുദ്ധമായി ഈ സർക്കാർ ഓരോ നിലപാടെടുത്തുകൊണ്ട് അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ആശങ്കയെ സംബന്ധിച്ച് ഒരു മറുപടി സർക്കാരിനില്ല. മങ്കര കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർക്കും യാത്രക്കാർക്കും വിഷുക്കണിയൊരുക്കി. കണിക്കുന്നയും കൈനീട്ടവുമായി രാധയും കൃഷ്ണനും അണിഞ്ഞൊരുങ്ങി. 2500-ൽ പരം ആളുകളാണ് കൈനീട്ടം വാങ്ങാനെത്തിയത്. മുൻപെങ്ങുമില്ലാത്ത ഭക്തരുടെ തിരക്കാണ് കാളികാവ് ക്ഷേത്രത്തിൽ ദൃശ്യമായത്. അതിരാവിലെ തന്നെ ഭക്തരുടെ നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ഭക്തർക്കായി കണി കാണാനും കൈനീട്ടം വാങ്ങിക്കാനുമായി എല്ലാവിധ സൗകര്യങ്ങളും ഭാരവാഹികൾ ഒരുക്കി. രാവിലെ 5:30 മുതൽ 10:30 വരെ ചടങ്ങ് നീണ്ടു. മങ്കര വെള്ളറോഡ് താഴത്തേപ്പുര ഉണ്ണികൃഷ്ണന്റെ മകൾ ശ്രീനിക കൃഷ്ണനായും സതീഷിന്റെ മകൾ ആരാധ്യ രാധയായും വേഷമിട്ടു. കൃഷ്ണന്റെയും രാധയുടെയും കൂടെ ഫോട്ടോ എടുക്കുന്നതും കാണാമായിരുന്നു. എല്ലാവരുടെയും സഹകരണത്തിൽ നന്ദി അറിയിക്കുന്നതായി ക്ഷേത്രം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് പറഞ്ഞു. ഈ വർഷത്തെ ചടങ്ങ് വളരെ ഗംഭീരമായിരുന്നു. കൈനീട്ടം കൊടുക്കാനായിട്ട് നമ്മുടെ കൃഷ്ണനും രാധി വേഷം കെട്ടിയിട്ടുള്ള 2 കുട്ടികൾ ശ്രീനജിയും ആരാധി രണ്ടുപേരും വളരെ ഊർജ്ജസ്വലതയോട് കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ, അതായത് ഏകദേശം 2500ഓളം ആളുകൾ ഈ സമയത്തിനുള്ളിൽ രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഈ കൈനീട്ട പരിപാടി ഏകദേശം 11 മണിയോടുകൂടി ഏകദേശം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 2500 പേർക്ക് നമുക്ക് കൈനീട്ടം കൊടുക്കാനായിട്ട് സാധിച്ചു. വളരെ അധികം മാറ്റങ്ങൾ ഈ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണങ്ങളും മറ്റുള്ളതും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. സാധുജന പരിപാലന സംഘം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ 134ാം ജന്മദിനാഘോഷം കുളപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സബീഷ് KV അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ A. വേലായുധൻ, A. പരമേശ്വരൻ, ശങ്കരൻകുട്ടി, പൂവക്കൊടി വിജയൻ, PK കോമളം, TM കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി ഉണ്ണിക്കുട്ടൻ സ്വാഗതവും പരമേശ്വരൻ നന്ദിയും പറഞ്ഞു. ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ എല്ലാവിധത്തിലുള്ള മോചനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല, അദ്ദേഹത്തിനെ നമിക്കാതെ നമുക്ക് യാതൊരുവിധ ചടങ്ങും നടത്താൻ സാധ്യമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം മുൻകരുതലുകൾ നേരിടുന്ന ഒരു മഹത് വ്യക്തിയാണ് ബാബാ സാഹേബ് അംബേദ്കർ. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുഖ്യ കാരണം
നമ്മുടെ വിഭാഗീയ ചിന്താഗതിയാണ്. ഈ വിഭാഗീയ ചിന്താഗതിയെ നാം എങ്ങനെ നേരിടണമെന്നും ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നും വളരെയധികം വ്യക്തമായി ഭരണഘടന നിർദ്ദേശിക്കുന്ന മതത്തിലാണ് ബാബാ സാഹേബ് അംബേദ്കർ. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എന്നിവ ജനപദത്തിൽ എത്തിയിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പോരായ്മയാണ് ഇന്ന് കാണുന്ന ഈ ഒറ്റപ്പാലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. ഫാദർ തോമസ് ജോൺ തടത്തിൽ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് വിഷു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി നാടെങ്ങും ആഘോഷങ്ങൾ. നിറഞ്ഞു കവിഞ്ഞ് ക്ഷേത്രാങ്കണങ്ങൾ. തൃത്താല മണ്ഡലത്തിൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി മന്ത്രി എം പി രാജേഷ്. 3 ദിവസം നീണ്ടുനിന്ന കാർഷിക കാർണിവലിന്റെ വർണ്ണാഭമായ സമാപനം. തൃശൂർ പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി 17 വയസ്സുള്ള ഗൗതം. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.